ദാ മുണ്ടു മടക്കി കുത്തി ദാ ഒരാൾ വന്നിറങ്ങി നിന്നു ജനങ്ങളുടെ മുന്നിൽ. മഴയത്തും കോരിച്ചൊരിയുന്ന മഴയത്തും ഈ തെരഞ്ഞെടുപ്പിലെ അവകാശവാദങ്ങളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് അങ്ങനെ തലയുയർത്തി നിൽപ്പാണവൻ പേര് സ്വരാജ്. ഒരു പൂമരം പോലെ നിലമ്പൂരിന്റെ ചോര വീണ് ചോന്ന മണ്ണിൽ നിന്നും ഒരു പൂമരം ഉയരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് പരാജയപ്പെട്ടോട്ടെ, പക്ഷെ 3 കോൺഗ്രസിന്റെ ബൂത്തുകളിലെങ്കിലും LDFന്റെ ആധിപത്യമുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. വഴിക്കടവിൽ കഴിഞ്ഞ തവണ PV അൻവറിന് കിട്ടിയത് 13,471 വോട്ടുകളാണ്. വഴിക്കടവിൽ മാത്രം 13,471. അവിടെ ഇപ്പോൾ PV അൻവറിന് മാത്രമായി 1000 ചില്ലാൻ കിട്ടുന്നു. ചെറിയ കാര്യമാണോ? അത് ആരുടെ വോട്ടാണ് പിളർത്തിയത്? VS ജോയി എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ വഴിക്കടവിൽ നിങ്ങൾക്ക് 1000-ലധികം ലീഡ് നേടാമായിരുന്നില്ലേ? ആര്യടൻ ഷൗക്കത്ത് വരുമ്പോൾ അവിടെ ലീഡ് 491 കുറയുന്നുണ്ടെങ്കിൽ 509 കുറയുന്നുണ്ടെങ്കിൽ അവിടെ 3 LDFന്റെ സ്ഥാനാർത്ഥിക്ക് ലീഡ് കിട്ടുന്നുണ്ടെങ്കിൽ 6 ബൂത്തുകളിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയായി മനസ്സിലാക്കുന്നു. അതായത് UDFന്റെ കോട്ടയിൽ പോലും ഈ കോൺഗ്രസിന്റെ റഡാറിൽ പെടാത്ത വിധം ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. പറഞ്ഞോട്ടെ, ഇന്ന് രാവിലെ പ്രഡിക്ഷൻ നടത്താനായിട്ട് ജിമ്മി സാർ പറഞ്ഞായിരുന്നല്ലോ, ആദ്യ റൗണ്ടിൽ അൻവറിന്റെ ലീഡ് ഞാൻ എത്രയാ പറഞ്ഞേ? അതിനടുത്തെത്തിയോ? ലീഡല്ല, കിട്ടുന്ന വോട്ട് 2000 ആണ് പറഞ്ഞത്. 1889. വീണ്ടും കണക്കുകൾ വരുമ്പോഴും ഒന്നാമത്തെ റൗണ്ടിൽ ആര്യടൻ ഷൗക്കത്ത് കേവലം 509 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ. ആദ്യ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 509 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ. 1000 വോട്ടുകളെങ്കിലും ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്യണമായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. പോസ്റ്റൽ ബാലറ്റ് പ്ലസ് ഫസ്റ്റ് റൗണ്ട് ആണ്. 509 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ വരുന്ന വിവരം. ഒറ്റ കാര്യമുള്ളൂ, 14 ബൂത്ത് എണ്ണി കഴിഞ്ഞപ്പോൾ 1800 വോട്ട് അൻവറിന് കിട്ടിയിട്ട് ചില്ലറ കാര്യമല്ല. ചില്ലറ ആ വോട്ട് എവിടെ നിന്ന് വരുന്നത്? അത് LDF നല്ല പോയത്. LDFന്റെ വോട്ട് അവിടെ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് UDFന്റെ വോട്ടാ. LDFന്റെ വോട്ട് കാണുന്നത് കൊണ്ടാണല്ലോ 3 ബൂത്തുകളിൽ LDF ലീഡ് ചെയ്യുന്നത്. 3 ബൂത്തുകൾ, മൊത്തം 6 ബൂത്തുകളിൽ LDF ലീഡ് ചെയ്യുന്നത്. ഞാൻ പറയാം, LDFന്റെ വോട്ട് അവിടെ കാണണമെങ്കിൽ വഴിക്കടവ് പഞ്ചായത്തിലെ 1 മുതൽ 46 വരെയുള്ള ബൂത്തുകൾ, അതായത് 3.5 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ അവിടെ സ്വരാജിന് ലീഡ് വേണം. അൻവറിന് ലീഡ് വേണ്ട. അമരമ്പലം, പോത്തുകല്ല്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, UDFന്റെ കോട്ടയിൽ ഇതാണ് തേരോട്ടമെങ്കിൽ അവിടെ എന്താണ് LDFന്റെ കോട്ട? LDFന്റെ ഒരു വോട്ട് പോലും, എണ്ണം പറഞ്ഞ കേഡറിന്റെ ഒരു വോട്ട് പോലും സ്വരാജിനല്ലാതെ മാറ്റി ചെയ്തിട്ടില്ല ആ പഞ്ചായത്തിൽ, ആ മണ്ഡലത്തിൽ. അതാണ് ഇനി കാണാൻ പോകുന്നത്. അമരമ്പലം അല്ല, സ്വരാജിന് ഉദ്വേഗമില്ല എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയവരൊക്കെ ഇന്നിനി എന്ത് ചെയ്യും അല്ലയ്യ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉദ്വേഗം ഒരിക്കലും സ്വരാജിനെ തേടിയിട്ടേ ഇല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ മത്സരം ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ്. മനസ്സിലാക്കിക്കോ, 2021 ഇലക്ഷനിൽ അഡ്വക്കേറ്റ് VV പ്രകാശ് കിട്ടിയത് 306 വോട്ടാണ്. അന്ന് PV അൻവർ പിടിച്ചത് 174 വോട്ടാണ്. ആദ്യത്തെ ഒന്നാമത്തെ ബൂത്തിലെ കാര്യം പറയുന്നത്. ഒന്നാമത്തെ ആ സെയിം വോട്ട് ഇപ്രാവശ്യം അൻവറോടെ പിടിച്ചിട്ടുണ്ട്. അതെ, ഒന്നാമത്തെ ബൂത്തിൽ LDFനേക്കാൾ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും തമാശയുള്ള കാര്യം. അതായത് ഒന്നാമത്തെ ബൂത്തിൽ, ലീഗിന്റെ ബൂത്തല്ലേ, ആ ലീഗിന്റെ ബൂത്തല്ലേ ഒന്നാമത്തെ ബൂത്ത്, ആ ലീഗിന്റെ ബൂത്തിൽ LDFനേക്കാൾ 2ാം സ്ഥാനത്ത്, ഒന്നാമത്തെ ബൂത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അൻവറാണ്. 153 വോട്ടുകൾ. LDFന് 128 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ PV അൻവർ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി മാറുന്നു. PV അൻവർ ആ അർത്ഥത്തിൽ ഒരു വലിയ സ്പോയിലർ ആയിട്ട് മാറുകയാണ്. ഒരു രണ്ടാം റൗണ്ട് കഴിയട്ടെ. രണ്ടാം റൗണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ എഴുതി തള്ളാറായിട്ടില്ല. കാരണം ലീഡ് കുറയും എന്നുള്ളൊരു കാൽക്കുലേഷനിലേക്ക് എഴുതി തള്ളുന്ന പ്രശ്നമില്ല. കാരണം നിങ്ങൾ ആ സ്ക്രീനിലേക്ക് 2016 വോട്ടാണ് അവിടെ കാണുന്നത്. ഈ 2016 രണ്ടാമത്തെ ബൂത്ത് എണ്ണമുള്ള കാര്യമാണ്. മൊത്തത്തിൽ CPM പറഞ്ഞത് 5000 വോട്ടേ ആകെ അൻവർ. UDF പ്രഡിക്ട് ചെയ്തത് ഈ വഴിക്കടവിൽ നിന്നും 1200 വോട്ടുകളുടെ ലീഡ് മാത്രമാണെന്നേ. അപ്പോൾ ഇത് മുന്നിൽ കണ്ടിരിക്കണം, ഒരുപക്ഷേ മുന്നിൽ കണ്ടിരിക്കണം. ഈ മുന്നിൽ കണ്ട വരില്ല സ്മൃതി മേഡം. നോക്ക്, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. എന്താ അറിയോ, 1200 വോട്ടാണ് ആ വഴിക്കടവ് പഞ്ചായത്തിൽ കാണുന്നത്. 5056 വോട്ടാണ് UDFന് കിട്ടിയത്. നേർ പകുതി അൻവർ പിടിച്ചു. ഈ അൻവർ പിടിച്ച വോട്ട് എവിടുന്ന് വരണം? ആ വരുന്നത് UDF LDF എന്നല്ല, UDF എന്നാണ്. അല്ലെങ്കിൽ ആ ഈ ലീഡ് അവിടെ UDFന് കണ്ടേനെ.
അമ്പുക്ക 1500 വോട്ടിനടുത്തുള്ള ഒന്നാമത്തെ കാര്യം അൻവറിനെ ആണ് ചുരുക്കി കണ്ടിട്ടില്ല അൻവറിനെ- UDF. കാരണം 20,000 വോട്ടെങ്കിലും ചിലപ്പോൾ പിടിച്ചേക്കുമെന്ന് തന്നെ UDF പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റായി 50% അതിൽ വോട്ട് തർക്കമില്ല. അൻവർ പിടിച്ചാൽ അതിൽ തർക്കമില്ല. ഒരു തർക്കവും വേണ്ട. ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയിരിക്കുന്നു. അത് പകുതി വോട്ട് അൻവറിലേക്കും പകുതി വോട്ട് ആര്യയുടെ ഷൗക്കത്തിലേക്കും പോയിരിക്കുന്നു. അതിനൊരു സംശയം വേണ്ട. അൻവറാണ് ഇപ്പോൾ ഹീറോ. അൻവറാണ് ഈ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അൻവർ മാത്രമാണ് ഇപ്പോൾ hero. നമുക്ക് രണ്ടാം റൗണ്ട് കിട്ടാനായി. രണ്ടാം റൗണ്ട് കിട്ടണം. അൻവറിനെ എഴുതിത്തള്ളിയവർക്കുള്ള മറുപടിയാണ് 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ വരുന്നത്. ഒന്നാമത്തെ ബൂത്തിൽ പോലും PV അൻവർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ UDFന് പ്രതീക്ഷിച്ച മേൽക്കൈ അരുൺ സാർ. താങ്ക്സ് ടു PV അൻവർ. അരുൺ സാർ, സ്മൃതി മാഡത്തിന്റെ ചിരിയുടെ വോൾട്ടേജ് കുറഞ്ഞോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. മാഡം, കമോൺ മാഡം. രണ്ടാം റൗണ്ട്. എനിക്ക് രണ്ടാം റൗണ്ട് 4069 ഷൗക്കത്ത്, 3249 സ്വരാജ്, അൻവർ 1272 ഷൗക്കത്തിന് ലീഡ്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ലീഡ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ റൗണ്ടിൽ 1278 വോട്ടുകൾ PV അൻവർ പിടിക്കുന്നു. രണ്ടാമത്തെ 10 ബൂത്തുകളിലാണ് രണ്ടാം റൗണ്ടിൽ UDFന് ലീഡ് ഉള്ളത്. ലീഡ് 10 ബൂത്തുകളിലുണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ. പക്ഷേ അപ്പോഴും 4 ബൂത്തുകളിൽ LDFന് ലീഡ്. UDFന്റെ കോട്ടയിൽ തന്നെ 10 ഇടങ്ങളിൽ UDFന് ലീഡ്, 4 ഇടങ്ങളിൽ LDFന് ലീഡ്. രണ്ടാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ 4069 വോട്ട് ഷൗക്കത്തിന്, 3249 വോട്ട് സ്വരാജിന്, 1278 വോട്ട് അൻവറിന്, 747 വോട്ട് BJP അവിടെ ഉണ്ട്. 747 വോട്ട് BJP, അല്ലാതെ അവിടെ ഇല്ലാതെ ഇവിടെ പോണം. ഏതായാലും 2 റൗണ്ട് എണ്ണുമ്പോഴും ഒരു സംശയവും ഇല്ല. അൻവർ രണ്ടാം റൗണ്ടിൽ